ഗായ്സ് നമസ്തേ, വെൽക്കം വൺസ് അഗൈൻ. ഇപ്പോൾ കുറേ ദിവസത്തിന് ശേഷമാണ് നമ്മളൊരു വീഡിയോ ആയിട്ട് നമ്മുടെ യൂട്യൂബ് പേജിലേക്ക് വരുന്നത്. സോ പൊളിറ്റിക്കൽ കണ്ടൻസ് ആണ്, താല്പര്യമുള്ളവർക്ക് കാണാം. ഉപദേശമുണ്ട്, അപഹാസമുണ്ട്, പരിഹാസമുണ്ട്, സെൽഫ് ഇവാലുവേഷൻ ഉണ്ട്, എല്ലാം അടങ്ങിയിട്ടുള്ളൊരു വീഡിയോ ആണ്. ആദ്യം തന്നെ പറയട്ടെ, കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരോടും അതുപോലെ തന്നെ മുസ്ലിം ലീഗ് പ്രവർത്തകരോടാണ്. ശരിക്കും നിങ്ങൾ കോൺഗ്രസ് പ്രവർത്തകർ എന്ന ലേബിൾ അറിയപ്പെടാനാണോ ആഗ്രഹിക്കുന്നത്, അതോ അല്ലെങ്കിൽ മുസ്ലിം ലീഗ് പ്രവർത്തകർ എന്നുള്ള ലേബിളിലേക്ക് അറിയപ്പെടാനാണോ ആഗ്രഹിക്കുന്നത്, അതോ കേരളത്തിൽ BJPയെ വളർത്താൻ വേണ്ടിയിട്ട്, RSSനെ വളർത്താൻ വേണ്ടിയിട്ട് കച്ചകെട്ട് ഇറങ്ങിയിരിക്കുന്ന ഒരു വിഭാഗം എന്ന നിലയിലാണോ നിങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നതെന്ന് അറിയാൻ ആഗ്രഹമുണ്ട്, താല്പര്യമുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ പേരിലൊരു നീരസം ഉണ്ടായേക്കാം. എന്നാൽ പോലും സോ കം ടു ദി ഇലക്ഷൻ. ഇങ്ങനെ കുറേ കാലത്തിന് ശേഷം നമ്മുടെ നാട്ടിൽ ഒരു ഭരണമാറ്റം നടന്നിരിക്കുന്നു. നമ്മുടെ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ ഭാഷയെ പറഞ്ഞു കഴിഞ്ഞാൽ മോദി സർക്കാർ EVM വെച്ച് കേരളം, ബംഗാൾ, തമിഴ്നാട് പോലുള്ള സ്ഥലങ്ങളിൽ EVM തട്ടിപ്പിലൂടെ ഭരണമാറ്റം നേടിയെന്ന് വേണം പറയാം. പക്ഷേ കേരളത്തിൽ ഒരു ഇടതുപക്ഷ പ്രവർത്തകനോ അല്ലെങ്കിൽ അതിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനത്തിരുന്ന സഖാവ് പിണറായി വിജയനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാർട്ടി പ്രവർത്തകർ ഇന്നേ വരെ ജയിച്ചപ്പോഴും പരാജയപ്പെട്ടപ്പോഴും EVMത്തിനെ പറ്റി കുറ്റം പറഞ്ഞിട്ടില്ല. പക്ഷേ കോൺഗ്രസ് എവിടെയൊക്കെ തോക്കുന്നുണ്ടോ അപ്പം EVM മെഷീനെ കുറ്റപ്പെടുത്തും. പിന്നെ രണ്ടാമത്തെ കാര്യം കൂടെ പറയാൻ ആഗ്രഹിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ കഴിഞ്ഞൊരു 10-25 ദിവസം അല്ലെ 50 അല്ലെ 30-35 ദിവസത്തെ ഭരണം എടുത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, നമുക്ക് ഭരണത്തെ വിലയിരുത്താനുള്ള സമയം ആയിട്ടില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയൊരു ഗവൺമെൻറ് വന്നു കഴിഞ്ഞാൽ ഒരു 30 ദിവസവും 50 ദിവസവും അല്ലെങ്കിൽ 5 മാസവും 6 മാസം കൊണ്ടൊന്നും ഭരണത്തെ വിലയിരുത്താൻ പറ്റത്തില്ല. പക്ഷെ എന്നിരുന്നാലും ഭരണത്തിൻ്റെ പോക്ക് എങ്ങോട്ടാണെന്നുള്ള ഏകദേശം ധാരണ നമുക്ക് എല്ലാവർക്കും വന്നിട്ടുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ ഒരു പോക്ക് എങ്ങോട്ടാണെന്ന് ഏകദേശം ധാരണ വന്നിട്ടുണ്ട്. അതേ രീതിയിൽ തന്നെയാണ് അണികളും ചെയ്യുന്നത്. അർദ്ധസത്യങ്ങളും നുണകളും മാത്രം പ്രചരിപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തിലാണ് കേരളത്തിൽ നിലവിൽ ഇപ്പോൾ ഒരു ഭരണം മുന്നോട്ട് പോകുന്നത്. പിന്നെ LDF ഭരിക്കുന്ന സമയത്ത് നല്ല നിലയിൽ കൊണ്ടുപോയിട്ടിരുന്ന 5-6 വകുപ്പുകളുണ്ട്. ഒന്ന് ആഭ്യന്തരം, ഒന്ന് ആരോഗ്യം, വിദ്യാഭ്യാസം, അതുപോലെ തന്നെ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ്, ഇതുപോലത്തെ വകുപ്പുകളിൽ ചെറിയ ആൾക്കാരെ കണ്ണിൽ പൊടിയിടുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് അതിനെ PR വർക്കോട് കൂടിയിട്ട് ആഘോഷിക്കുന്ന ഒരു രീതിയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അത് അവരെ സ്വാതന്ത്ര്യമാണ്. കോൺഗ്രസ് പ്രവർത്തകർ കഴിഞ്ഞ 10 വർഷമായിട്ട് പ്രതിപക്ഷത്തിരിക്കുമ്പം കിട്ടുന്ന ഓരോ അവസരങ്ങളും അവർ നന്നായിട്ട് വിനിയോഗിക്കുന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു എതിർ അഭിപ്രായമില്ല. പക്ഷേ ഇതൊന്നും ഭരണത്തെ വിലയിരുത്താനുള്ള സമയമായിട്ടില്ല. എന്തായാലും നല്ല രീതിയിലുള്ളൊരു ഗവൺമെൻറ് കേരള ജനങ്ങൾക്ക് ക്ഷേമപ്രവർത്തനത്തിനോട് കൂടിയിട്ടും അതുപോലെ തന്നെ സാഹോദര്യവും സമാധാന അന്തരീക്ഷവും ജനങ്ങളുടെ സ്വത്തിനും എല്ലാത്തിനും സംരക്ഷണം നൽകുന്ന, വികസനം നൽകുന്ന, വർഗീയതയില്ലാത്ത ഒരു ഗവൺമെൻറ് മുന്നോട്ട് പോകട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. ഇനി കേരളത്തിലെ മുസ്ലിം ലീഗ് പ്രവർത്തകരോടും കോൺഗ്രസ് പ്രവർത്തകരോടും ബംഗാളിൽ കണ്ടത്, ഡൽഹിയിൽ കണ്ടത്, ത്രിപുരയിൽ കണ്ടത്, ഇന്ത്യയുടെ മറ്റു സംസ്ഥാനങ്ങൾ കണ്ടത് തന്നെയാണ് കേരളത്തിൽ നടക്കാൻ പോകുന്നത്. എന്താണ്? LDF ഗവൺമെൻറ് ദയനീയമായി പരാജയപ്പെട്ടു. അത് അവർ വിശകലനം ചെയ്യുന്നു, അതിന് തിരുത്തൽ വരുത്തുന്നു. ആ പാർട്ടി തിരിച്ചു വരാനുള്ള ഒരുക്കത്തിലാണ്. പക്ഷെ അതിന് പോലും സമ്മതിക്കാതെ കുറച്ച് മാധ്യമപ്രവർത്തകരും കോൺഗ്രസ് ലീഗ് പ്രവർത്തകരും നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നമ്മൾ കണ്ടിരിക്കുന്ന അതേ രീതിയാണ് ഇവിടെയും പിന്തുടരാൻ പോകുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ എവിടെയെങ്കിലും കണ്ടോ കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകരെയോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോ അല്ലെങ്കിൽ അതിൽ തോറ്റ മുഖ്യമന്ത്രിയോ പരിഹസിക്കുകയോ അപഹസിക്കുകയോ ചെയ്യുന്ന ഏതെങ്കിലും ഒരു BJP പ്രവർത്തകരെ, RS പ്രവർത്തകരെ? അവർ ഒരു സംസ്ഥാനത്ത് ഈ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. കാരണം അവർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അത് ചെയ്തു കൊടുക്കാൻ എല്ലാ സംസ്ഥാനത്തും കോൺഗ്രസ് ഉണ്ടായിരുന്നു. കാരണം കോൺഗ്രസ്സുകാർ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, തകർന്ന അല്ലെങ്കിൽ തോറ്റൊരു പാർട്ടിയെ നിരന്തരമായി പരിഹസിച്ചും അപഹസിച്ചും വ്യക്തിവൈരാഗ്യം വളർത്തുക, അങ്ങനെ ഒരു കൂട്ടം ആൾക്കാരെ BJPയിലേക്ക് അല്ലെങ്കിൽ RSSൻ്റെ ക്യാമ്പിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളൊരു ധാരണയാണ് ഇവരെല്ലാ സംസ്ഥാനം ചെയ്തിരിക്കുന്നത്. കാരണം അതുകൊണ്ട് തന്നെയാണ് RSSും BJP പ്രവർത്തകരും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെക്കുറിച്ച് ഒരക്ഷരം മിണ്ടാത്തത്. കാരണം അവർക്കറിയാം, അവർക്ക് വേണ്ടുന്ന പ്രവർത്തകരെ കോൺഗ്രസും RSS പ്രവർത്തകരും കോൺഗ്രസും മുസ്ലിം ലീഗ് പ്രവർത്തകരും ചേർന്ന് അവരെ പാളയത്തിൽ കൊണ്ടെത്തിക്കും. കാരണം കോൺഗ്രസ്സുകാരും മുസ്ലിം ലീഗുകാരും നിരന്തരമായിട്ട് കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകരെയും അതിൻ്റെ നേതാക്കളെ നിരന്തരമായിട്ട് പരിഹസിക്കുകയും അപഹസിക്കുകയും ചെയ്യുമ്പം നോർമലി ആയിട്ട് ഈ പാർട്ടിക്ക് ഉയർത്തെഴുന്നേൽക്കാൻ പറ്റിയില്ലെങ്കിൽ തീർച്ചയായിട്ടും അവർ ഓപ്ഷൻ നോക്കുക, അടുത്തതെന്ന് വെച്ചാൽ BJP എന്നുള്ളൊരു പ്രസ്ഥാനത്തിലേക്കാണ്. അതാണ് മറ്റു സംസ്ഥാനങ്ങളിൽ കണ്ടിരുന്നത്. പിന്നെ കേരളത്തിൽ
കോൺഗ്രസ് പ്രവർത്തകരോടും ലീഗ് പ്രവർത്തകരോടും, ഇന്ത്യയിലെന്നല്ല ഒരു സംസ്ഥാനത്തും നിങ്ങൾക്ക് ഒറ്റയ്ക്ക് നിന്ന ഈ സംസ്ഥാനത്തെ രക്ഷിക്കാൻ പറ്റത്തില്ല, ഈ രാജ്യത്തെ രക്ഷിക്കാൻ പറ്റത്തില്ല. നിങ്ങളും ഡൽഹി 10-25 വർഷം ഭരിച്ചു, അവസാനം നിങ്ങൾക്ക് അവിടെ പ്രതിപക്ഷമാവാൻ പോലും പറ്റിയില്ല. ബംഗാൾ ഭരിച്ചു, നിങ്ങൾ ഭരിക്കാതെ ഒരു സംസ്ഥാനവും ഇല്ല. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ അതേ രീതിയിൽ തന്നെയാണ് കഷ്ടി ഇപ്പം കേരളം ഉൾപ്പെടെ ഒരു 3 സംസ്ഥാനങ്ങളിലേക്കുള്ളത്. അതും വരും കാലങ്ങളിൽ അതും നഷ്ടപ്പെടുന്നൊരു സിസ്റ്റമാണ്. കഴിഞ്ഞ 15 വർഷമായിട്ട് സ്നേഹത്തിൻ്റെ കടയും തുറന്നു വെച്ച് രാഹുൽ ഗാന്ധി ഇന്ത്യ മുഴുവൻ ഓടിക്കൊണ്ടിരിക്കുന്നു. എന്നിട്ടോ ഒരു വിജയം കാണാൻ പറ്റുന്നില്ല എന്ന് മാത്രമല്ല, ഇപ്പോഴത്തെ ബംഗാളും കൂടെ നഷ്ടപ്പെട്ടതോടുകൂടിയിട്ട് എനിക്ക് തോന്നുന്നു വെച്ച് കഴിഞ്ഞാൽ അടുത്ത പ്രാവശ്യം കൂടെ BJP ഗവൺമെൻറ് ഇതിനേക്കാളും ഗംഭീര വിജയത്തിലേക്ക് തിരിച്ചു വരും. ഇപ്പോൾ പ്രിയപ്പെട്ട കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകരോട് തോൽവിയിൽ നിന്ന് പാഠം പഠിച്ച് പരിഹാസങ്ങളിൽ നിന്ന് വിട്ടുനിന്ന് ജനങ്ങളിലേക്ക് ഇറങ്ങി പ്രവർത്തിച്ച് ഇടതുപക്ഷം അല്ലെങ്കിൽ മതേതരത്വം സംരക്ഷിക്കേണ്ട ഓരോ ഉത്തരവാദിത്വം മലയാളികൾക്കുണ്ട്. രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയിട്ട് മുസ്ലിം ലീഗ് പ്രവർത്തകരും കോൺഗ്രസ് പ്രവർത്തകരും BJPൻ്റെ RSSൻ്റെ വാക്താക്കളായിട്ട് അല്ലെങ്കിൽ അവരൊരു ഏജൻ്റായിട്ട് പ്രവർത്തിക്കുന്നു നല്ലപോലെ എല്ലാവർക്കും അറിയാം. സോ അതിനൊരിട നൽകാതെ തിരിച്ചുവരവിൻ്റെ പാതയിലേക്ക് നമ്മൾ ശ്രമിക്കാം. പിന്നെ ഗവൺമെൻറ്റിനെ കുറിച്ച് ഇപ്പോൾ വിലയിരുത്താനായിട്ടില്ല. ഗവൺമെൻറ്റിനെ വിലയിരുത്തിയിട്ട് കാര്യമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെൻറ് പറഞ്ഞ കാര്യങ്ങളൊന്നും ഇപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ പാലിച്ചിട്ടില്ല. സോ 21,000 രൂപ നൽകാമെന്ന് പറഞ്ഞു, 3,000 നൽകി. ആശാ വർക്കർമാരുടെ അടുത്ത് ചെറിയൊരു വഞ്ചന കാണിച്ചു. KSRTC ബസ്സിൽ മുഴുവൻ ഫ്രീ എന്ന് പറഞ്ഞു, അത് കുറച്ച് ബസ്സുകളിലൊക്കെ മാത്രമായിട്ട് ഒതുങ്ങി. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇടതുപക്ഷ ഗവൺമെൻറ് നല്ല നിലയിൽ കൊണ്ടുപോയ 2-3 വകുപ്പുകളുണ്ട്. ധനകാര്യം, അതുപോലെ തന്നെ ആഭ്യന്തരം, അതുപോലെ തന്നെ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റ്. ഇതിൻ്റെ മുകളിൽ കയറി നിന്നിട്ട് ചെറിയ ചപ്പടികൾ വിദ്യ കാണിച്ചിട്ട് ആൾക്കാരെ ഗവൺമെൻറ് വന്നിരിക്കുന്നു, മാറ്റം വന്നിരിക്കുന്നു എന്ന് ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കുക എന്നുള്ളൊരു PR വർക്കല്ലാതെ ജനങ്ങൾക്ക് ക്ഷേമപ്രവർത്തനത്തിന് പരമായിട്ടോ അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടോ എന്തെങ്കിലും ഗുണം കിട്ടുന്ന ഇതുവരെ ഒരു പ്രൊജക്റ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലോ കാര്യങ്ങളോ പ്രവചിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, അപകടങ്ങൾ സംഭവിക്കുമ്പം ഞങ്ങൾ കുഞ്ഞല്ലേ കുറച്ച് സമയം എന്താന്ന് പറയും. ആശുപത്രിയിൽ ആൾക്കാർ മരിക്കുമ്പം ഞങ്ങളിപ്പോൾ വന്നിട്ടല്ലേ ഉള്ളൂ കുറച്ച് സമയം എന്താന്ന് പറയും. പോലീസ് സ്റ്റേഷനിലെ മദ്യപാനത്തിൻ്റെ പാർട്ടിയിൽ നിന്ന് റിപ്പോർട്ട് വരുമ്പം ഞങ്ങളിപ്പോൾ കയറിയിട്ടല്ലേ ഉള്ളൂ കുറച്ചും കൂടെ സമയം എന്താന്ന് പറയും. അതുപോലെ തന്നെ വയനാട് പാവപ്പെട്ട ജനങ്ങൾക്ക് 800-300 പേർക്ക് വീട് കൊടുക്കാനുണ്ട്. അതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ ഞങ്ങളിപ്പോൾ കയറിയിട്ടല്ലേ കുറച്ച് സമയം എന്താന്ന് പറയും. പക്ഷെ അവർ ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ 200 ദിവസമല്ല, 100 ദിവസമല്ല, ഇത് 50 ദിവസം കൊണ്ട് ഞങ്ങളിങ്ങനെ മരമറിച്ചിരിക്കുന്നു. അപ്പോൾ രണ്ടും വേണ്ട, ഏതെങ്കിലും ഒന്ന്. സോ എന്തായാലും നല്ല രീതിയിലുള്ള ഭരണം മുന്നോട്ട് പോകുന്നത് ആശംസിക്കുന്നു. ഇനിയും പുതിയ വീഡിയോകളായിട്ട് വീണ്ടും കാണുന്നത് വരെ ജയ് ഹിന്ദ്, ലാൽ സലാം.